അങ്ങനെയെങ്കിൽ ഇറാനെ ഭയക്കുന്നത്, ഇസ്രായേൽ ഭയക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ഇസ്രായേൽ അടിച്ചു നോക്കി അമേരിക്ക പറഞ്ഞപ്പോൾ ഇറാനെതിരെ. പക്ഷേ ആ അടികൊണ്ട് ഇറാൻ തകർന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന് തിരിച്ചടി കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ തിരിച്ചടി കിട്ടുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ മെക്കിട്ട് കയറാൻ പോകൽ അസാധ്യമായ കാര്യമാണ്. കാരണം സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ മാത്രമാണ് അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത്. ഇറാൻ എന്ന് പറയുന്നത് വലിയ ശക്തിയല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാനെ ഉപദ്രവിച്ചാൽ തിരിച്ച് കുറച്ച് ഉപദ്രവങ്ങളെങ്കിലും കിട്ടും എന്നുള്ള തിരിച്ചറിവാണ് ഇസ്രായേലിനുണ്ടായിരിക്കുന്നത്. ആണവായുധം ഇപ്പോഴും അവർ ഉപയോഗിച്ചിട്ടില്ല, അവരത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പോലും ലോകം വിശ്വസിക്കുന്നില്ല. നമുക്ക് പോലും അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നടന്നു എന്നുള്ളത് ശരിയാണ്. എന്നതിനപ്പുറം അത് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ എത്രത്തോളം അവർക്കത് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അവർക്കത് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഈ പ്രോക്സികൾ എന്ന് പറയുന്ന ശക്തികൾ, ഹൂതികളും മറ്റും ഒക്കെ ഇത് വേണമെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.